ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതൊരു അറിയിപ്പാണ്. നമ്മുടെ കേരള PSCയുടെ ഒരു അറിയിപ്പ്, ഒരു എക്സാം ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരള PSCയുടെ ഫിഷറീസ് അസിസ്റ്റന്റ്, അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വിളിച്ചിരിക്കുന്ന ഫിഷറീസ് അസിസ്റ്റന്റ് FA 2025 എക്സാം വിളിച്ചിരുന്നു. അതിന്റെ കാറ്റഗറി നമ്പർ 104/2025 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ വിളിച്ചിരുന്ന എക്സാമിന്റെ എക്സാം ഡേറ്റ് PSC നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. 16/12/2025 എക്സാം ഡേറ്റ്. ഓക്കെ, ഡിസംബർ മാസം 16 തീയതി ചൊവ്വാഴ്ചയാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സമയം PSC തന്നിട്ടുണ്ട്. ഇനി എക്സാം വരട്ടെ, എക്സാം ഡിക്ലെയർ ചെയ്യട്ടെ, എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും കൂടി ഒരു നല്ല കാര്യമാണ്. ഏകദേശം 3 മാസത്തോളം ഉണ്ട്. ധാരാളമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അത്രയ്ക്കുള്ള മോഡ്യൂളേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഏകദേശം 10 മോഡ്യൂളോളം പഠിക്കാനുണ്ട്. ജനറൽ സെക്ഷൻസ് പഠിക്കാനില്ല. ആ 10 മോഡ്യൂളുകളും ജസ്റ്റ് സെക്ഷൻ ബേസ് ആയിട്ട് 1 by 1 ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ നീറ്റായിട്ട് റിവൈസ് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. 3-4 ക്ലാസ്സുകൾ ആയിട്ടേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ മുതൽ നിരന്തരമായിട്ട് നമ്മളെ ലൈവ് സെക്ഷൻസ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് സെക്ഷൻസിൽ നമുക്ക് PSCയുടേതായിട്ട് വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ മറ്റ് അതർ ഏജൻസിയുടെ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, പഠിക്കണം. അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അത് ചെയ്യും. നാളെ മുതൽ അതിന്റെ സെക്ഷൻസ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും ഈ ഫിഷറീസ് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും പഠിച്ചു തുടങ്ങേണ്ട സമയം ആയിരിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവര് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് ഒക്കെ പഠിക്കാനായിട്ട് ആരംഭിക്കുക, വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുക. ഇനി പഠിച്ചിട്ട് ഉഴപ്പി നിൽക്കുന്നവര് തീർച്ചയായിട്ടും അതിശക്തമായിട്ട് പഠനത്തിലേക്ക് വരിക. വളരെ കുഞ്ഞു മോഡ്യൂൾസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രം ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി, PG അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് VHSC +2 അക്വാകൾച്ചർ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ളവർക്കും തീർച്ചയായിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക. ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നവര്, ഇത് പഠിക്കാൻ തയ്യാറായിരിക്കുന്നവര് തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സാംസ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെയധികം പോസ്റ്റുകളുള്ള, പെട്ടെന്ന് നിയമനം നടക്കുന്ന കേരള PSCയുടെ ഒരു പോസ്റ്റാണ്. കാരണം ഇത് സ്പെഷ്യലൈസ് ആയിട്ട് വിളിച്ചിരിക്കുന്നതാണ്. കാരണം ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആപ്ലിക്കൻസ് മാത്രമാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരുവിധം പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് അതിലേക്ക് വരിക, പഠിച്ചു തുടങ്ങുക. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ ക്ലാസ്സിലെ സെക്ഷനിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ സെക്ഷൻ ബേസ് ഉള്ള നമ്മൾ എടുത്തതുപോലുള്ള സെക്ഷൻ ബേസ് ആയുള്ള ക്ലാസ്സുകൾ നാളെ മുതൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോട്ട്സ്, PDF നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും. അത് നാളെ മുതൽ നമുക്ക് തീർച്ചയായിട്ടും ഫുൾ ഫ്ലക്ഷില് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും, അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലേക്ക് പഠിക്കാനുള്ള ഒരു മൂഡിലേക്ക് വരിക, വർക്ക്ഔട്ട് ചെയ്യുക, നിരന്തരം റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ഫിഷറീസ് അസിസ്റ്റന്റ് അയച്ചവർക്ക് കൺഫർമേഷൻ മെസ്സേജസ് വന്നിട്ടുണ്ടായിരിക്കും. വന്നിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ അല്ലാതെ വന്നിരിക്കും. ഇനി വരാത്തവര് തീർച്ചയായിട്ടും നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ വന്നിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും കൺഫേം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് 3 മാസം ധാരാളമാണ് പഠിക്കാനായിട്ട്, അധികമാണ് പഠിക്കാനായിട്ട്. അത്രയേ ഉള്ളൂ. ആ ഒരു ടൈമിംഗ് ബീങ്ങിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്നും കൂടി എല്ലാവരും ഓർക്കുക, 16/12/2025 ട്യൂസ്ഡേ രാവിലെ ആയിരിക്കും, അതിരാവിലെ ആയിരിക്കും എക്സാംസ്. ഇപ്പൊ 7 മണിക്കാണ് PSCയുടെ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.